ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു റയോൺ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ജീനിലേക്കൊക്കെ ഇടാൻ പറ്റിയൊരു ടോപ്പാണ്. അതിന് വേണ്ടിയിട്ട് തുണി നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നാലായിട്ട് മടക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് തുണീൻ്റെ വീതി നോക്കാം. വീതി 15 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. നാലായിട്ട് മടക്കുമ്പോൾ 15 ഇഞ്ച്. അപ്പോൾ നിവർത്തി വെക്കുമ്പോൾ ഒരു ഭാഗം 30 ഇഞ്ച് ഉണ്ടാവും. നമുക്ക് ഇറക്കം 26 ഇഞ്ച് എടുക്കാം. ഇതിൽ ചെസ്റ്റിൻ്റെ അളവ് 12 ഇഞ്ച് ആക്കിയിട്ടാണ് അളവെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ക്യാമറ ഓൺ ആവാത്തതുകൊണ്ടാണ് അത് മിസ്സായത്. അങ്ങനെ 26 ഇഞ്ച് ലെങ്ത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത ബാക്കിയുള്ള പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യം വരും. പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കഴുത്തിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുകയാണ്. 4 ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ കഴുത്തെടുക്കുന്നത്. 4 ഇഞ്ച് ലെങ്ത്ത് ഫ്രണ്ടിലെ കഴുത്ത്, പിന്നെ 4 ഇഞ്ച് വിടുത്തെടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ലെങ്ത്തും വിടുത്തും 4 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അത് റൗണ്ടിലായിട്ട് തന്നെ മാർക്ക് ചെയ്യുക. പിന്നെ ഷോൾഡർ 4.5 ഇഞ്ച്, കൈക്കുഴി 8 ഇഞ്ച്. അപ്പോൾ ഇത് ഈ കൈക്കുഴി റൗണ്ടിലിങ്ങനെ യു ഷേപ്പ് ഉണ്ടല്ലോ, ഹാഫ് കട്ടാണല്ലോ വരിക. അപ്പം അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ കഴുത്ത് 4 ഇഞ്ച് എടുത്തതിൻ്റെ കാരണം നമ്മൾ തയ്ച്ചിട്ട് കുറക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ബാക്കിയുള്ള അളവുകളൊക്കെ ഉണ്ടല്ലേ, 4.5 ഇഞ്ച് ഷോൾഡറും 4 ഇഞ്ച് കഴുത്തും 4 ഇഞ്ച് കഴുത്തിൻ്റെ വീതി. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ബാക്കിലെ കഴുത്ത് 1.5 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്യുക. പിന്നെ കൈക്കുഴി 8 ഇഞ്ചിലുള്ള ആണല്ലോ, അപ്പോൾ അതും കട്ട് ചെയ്ത് മാറ്റുക. ഇനി ആ സെൻറ്റർ ഉണ്ടല്ലോ, കഴുത്തിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലെ കഴുത്തുണ്ടല്ലോ, ഇത്തിരി ഇങ്ങനെ മടക്കി വെച്ച ആ ഭാഗം 1.5 ഇഞ്ച് വീതിയിൽ 3 ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക. ബാക്കിലെ ഭാഗം 15 ലെങ്ത്തിൽ, 15 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്നിട്ട് ലെങ്ത്തിൽ ഈ സെൻറ്ററിൽ തന്നെ 1.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം വരെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. അങ്ങനെ ആ ടെക്കിട്ട പോലെ ഒരു തയ്ക്കലുണ്ടാവുമല്ലോ, അങ്ങനെയാണ് കേട്ടോ. ആ സെൻറ്ററിൽ തന്നെ നിൽക്കണം കഴുത്തിൻ്റെ ബാക്ക് ഭാഗം. അങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് 2 സൈഡിലേക്കുമായിട്ട് മടക്കി വെക്കുക. 2 സൈഡിലേക്കും മടക്കി വരുന്ന രീതിയിൽ സെൻട്രലായിട്ടാണ് ആ സ്റ്റിച്ച് വരിക. എന്നിട്ട് അവിടെ ഒരു നീഡിൽ കുത്തി വെച്ച് കൊടുത്താൽ നമുക്ക് തയ്ക്കുമ്പം ഈസി ആയിട്ടുണ്ടാവും. ഇതേപോലെ ഇട്ടുണ്ടാവുക. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഫ്രണ്ടിലെ കഴുത്തുണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ ഒന്ന് നീഡിൽ കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ള ഫ്രണ്ടിൽ 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് 12 ഇഞ്ച് ലെങ്ത്ത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 12 ഇഞ്ച് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇവിടെ ഒരു പ്ലീറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്കൊരു ഞെറിവ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് നീളത്തിലൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറയുമ്പോൾ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് തന്നെ 26 ഇഞ്ച് തന്നെ നീളം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മടക്കി വെച്ചിട്ടുണ്ട്, താഴ്ഭാഗം ഒരു സൈഡും പിന്നെ അതുപോലെ 2 എൻഡിലും മടക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒരു പ്ലീറ്റ്സ് ആക്കിയിട്ട് എടുക്കുക. ഇതുപോലെ പ്ലീറ്റ്സ് ആയിട്ട് വരിക. എന്നിട്ട് നമ്മളിങ്ങനെ തയ്ച്ചിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ തയ്ച്ച് കൊടുത്തിട്ട് നല്ല ഭാഗത്ത് ഇങ്ങനെ തയ്ച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഇതേപോലെ ഉണ്ടാവും നമുക്ക് ഞെറിവ് കിട്ടുക. 2 സൈഡിലേക്കായിട്ട് ഞെറിവ് വരും കേട്ടോ. ഇതേപോലെ 2 സൈഡിലും ഞെറിവ് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഭാഗം ഷോൾഡറിൻ്റെ താഴേക്കായിട്ട് ഇങ്ങനെ ഞെറി വെച്ച് കൊടുത്തു കഴിഞ്ഞു, 2 സൈഡിലും ഞെറി വെച്ച് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തായിട്ട് ബാക്കിലെ ഭാഗം ഇങ്ങനെയാണല്ലോ, നമ്മൾ നീഡിൽ കുത്തി വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി അടുത്തായിട്ട് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്യുക. കൈ കട്ട് ചെയ്യാനായിട്ട് 4ആയിട്ട് മടക്കി വെച്ച തുണി 12 ഇഞ്ച് വീതിയുണ്ട്, 12 ഇഞ്ച് നീളമുണ്ട്. അങ്ങനെ നമുക്ക് 12 ഇഞ്ച് ലെങ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ ആ 12 ഇഞ്ച് ലെങ്ത്തും വിടുത്തുള്ള ആ തുണി കൈക്കുഴി കട്ട് ചെയ്യുക. 3.5 ഇഞ്ചാണല്ലോ കൈക്കുഴി താഴേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ താഴത്തേക്ക് ലെങ്ത്ത് കൂട്ടാനായിട്ട് ഇതിനേക്കാളും കുറച്ച് വീതി കൂടിയ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലേസ് ഇതിൻ്റെ ഇടയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ലേസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 12 ഇഞ്ച് വീതിയുള്ള തുണിക്ക് അത്രമാത്രം ലേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. താഴത്തേക്ക് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ ഭാഗത്തും കുറച്ച് ഞെറിവിട്ടിട്ട് സ്ലീവായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്ലീവ് ഞെറിവിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. ഷോൾഡറിൻ്റെ ഭാഗത്ത് ഞെറിവിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. 2 സ്ലീവ് ഇതേപോലെ അറ്റാച്ച് ചെയ്യുക കേട്ടോ. അപ്പം പിന്നെ അടുത്തായിട്ട് ചെയ്യാനുള്ളത് നെക്ക് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ താഴ്ഭാഗവും തയ്ച്ചിട്ട്
റെഡിയാക്കുക കേട്ടോ. പിന്നെ ബാക്കിൽ നമുക്ക് 4 ഷോ ബട്ടൺ ഉണ്ട്. അത് നമ്മൾ തയ്ച്ച ഭാഗം ഉണ്ടല്ലോ ആ എൻഡിലൊന്ന് വെച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും 4 എണ്ണം വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇത് തുന്നി കൊടുക്കുക. ഉൾഭാഗത്ത് തുന്നി കൊടുക്കുക. തുന്നി കൊടുക്കുമ്പോൾ നമ്മൾ ആ 2 സൈഡിലേക്കാണല്ലോ മടക്കി വെച്ചത്, അതേ രീതിയിൽ വേണം തുന്നി കൊടുക്കാനായിട്ട്. അങ്ങനെ തുന്നി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തയ്ച്ച് വെച്ച ആ ഭാഗം ഉണ്ടല്ലോ ആ തുന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. തുന്ന് പൊട്ടിച്ച് കൊടുത്താൽ ഇതേപോലെ ഗ്യാപ്പ് പോലെ വരും. 2 സൈഡിലേക്ക് ഒരു ചെറിയ ഞെറിവ് പോലെ ഉള്ളിലേക്കൊരു ഗ്യാപ്പുള്ള പോലെ വരും. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കയറും വെച്ചിട്ട് തുന്നി കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മളെ സ്ലീവൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ നമ്മളെ ടോപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ജീനിലേക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ. മക്കൾക്കൊക്കെ പെട്ടെന്ന് തയ്ച്ചു കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ടോപ്പാണ്. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.